എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 11-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് നിർത്തിവെച്ചിരുന്ന ബയോമെട്രിക് മസ്റ്ററിംഗ് ആരംഭിച്ചു. നാളെ മുതൽ റേഷൻ വിതരണം പുനരാരംഭിക്കും. മാർച്ച് മാസത്തെ റേഷൻ ഇനിയുള്ള ദിവസങ്ങളിൽ വേഗത്തിൽ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. 15, 16, 17 ദിവസങ്ങളിൽ റേഷൻ കട അവധിയായിരിക്കും. അന്ന് ബയോമസ്റ്ററിംഗ് മാത്രമാണ് നടക്കുക. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള 5 വയസ്സിന് മുകളിലുള്ള എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. എല്ലാ ആളുകളും ഒരുമിച്ച് റേഷൻ കടയിൽ എത്തണം എന്ന് നിർബന്ധം ഇല്ല. പക്ഷേ എല്ലാവരും ചെയ്യണം. ഇന്ന് പല സ്ഥലങ്ങളിലും മസ്റ്ററിംഗ് ക്യാമ്പുകൾ നടന്നിരുന്നു. നാളെ മസ്റ്ററിംഗ് നടക്കും എങ്കിലും ബയോമെട്രിക് മസ്റ്ററിങ്ങും റേഷനും ഒരുമിച്ച് നടന്നാൽ ഇപ്പോൾ സ്റ്റെക്കാവാനുള്ള സാധ്യത ഉള്ളതിനാൽ തിരക്കുണ്ട് എങ്കിൽ മസ്റ്ററിങ്ങിന് ഒരുപാട് ആളുകൾ പോകുന്നത് എല്ലാം മുടങ്ങുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് തന്നെ റേഷൻ വാങ്ങാനല്ലാതെ മസ്റ്ററിങ്ങിന് പോകുന്ന ആളുകൾ റേഷൻ കടയിൽ വിളിച്ച് തിരക്കുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം പോവുക. 15, 16, 17 തീയതികളിൽ മസ്റ്ററിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിന് 13,000 കോടി രൂപ കിട്ടുമ്പോൾ ആ പണം 7 മാസമായി മുടങ്ങിക്കിടക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് ഉപയോഗിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. 55 ലക്ഷം കുടുംബങ്ങളാണ് പെൻഷൻ വിതരണം മുടങ്ങിയതിനെ തുടർന്ന് പ്രയാസപ്പെട്ടിരിക്കുന്നത്. ക്ഷേമനിധി ബോർഡുകൾ തകർന്ന് ആനുകൂല്യം മുടങ്ങിയവരെയും ഈ തുക കൊണ്ട് സഹായിക്കണം എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആശുപത്രികളിൽ മരുന്ന് വാങ്ങാൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും സപ്ലൈകോക്കും പണം നൽകണം. പണം കിട്ടുമ്പോൾ സർക്കാരിന് മുൻഗണനകൾ വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കടമെടുപ്പിന്റെ പരിധി വർദ്ധിപ്പിക്കണം എന്നാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കേന്ദ്രം 57,000 കോടി നൽകാനുണ്ട് എന്നും അത് കിട്ടാൻ വേണ്ടിയാണ് സുപ്രീം കോടതിയിൽ പോയത് എന്നുമാണ് പുറത്ത് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിലെ ഹർജിയിൽ 57,600 കോടിയെക്കുറിച്ച് മിണ്ടാട്ടമില്ല. സംസ്ഥാന സർക്കാരിന് 26,224 കോടി രൂപയുടെ ബാധ്യതയുണ്ട് എന്നും അത് കൊടുത്തു തീർക്കാൻ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നുമാണ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 57,600 കോടി രൂപ കിട്ടാനുണ്ട് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് പ്രതിപക്ഷം നിയമസഭയിലും ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പുറത്ത് ജനങ്ങളോട് പറയുന്നതും സുപ്രീം കോടതിയിൽ പറയുന്നതും രണ്ടാണ്. 4 ലക്ഷം കോടി രൂപ കടത്തിലേക്ക് കേരളം കൂപ്പുകുത്തുമ്പോഴാണ് ഇനിയും കടമെടുക്കാൻ അനുവദിക്കണം എന്ന് സർക്കാർ ആവശ്യപ്പെടുന്നത്. കാപ്പട്യവും ഇരട്ടത്താപ്പുമാണ് സർക്കാർ കോടതിയിലും പുറത്തും സ്വീകരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് മനസ്സിലാകും എന്നും ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ക്ഷേമ പെൻഷൻ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് 7 മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടുകൂടി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് അറിയാത്ത വിധം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് 55 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ. പെൻഷൻ വിതരണം ചെയ്യാതെ ഇലക്ഷനെ നേരിടാൻ ഒരുങ്ങുകയാണ് എങ്കിൽ അത് തിരിച്ചടി ഉണ്ടാക്കും എന്ന് CPI വെള്ളിയാഴ്ച നടന്ന LDF യോഗത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ പെൻഷൻ വിതരണത്തിന്റെ കാര്യത്തിൽ ആർക്കും ഒരു തർക്കം വേണ്ട എന്നും ഉടൻ അത് വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേ യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മാർച്ച് അവസാനത്തിലും ഏപ്രിൽ ആദ്യത്തിലുമായി വിതരണം ചെയ്യാനാണ് സർക്കാർ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പുകളും എന്ത് അപ്ഡേഷനും വന്നാൽ അത് കൃത്യമായി നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. ബാങ്കുകളുടെ പ്രവൃത്തി ദിവസം ഇനി ആഴ്ചയിൽ 5 ദിവസമായി മാറുകയാണ്. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധിയാകുകയാണ്. ഇത് ഉൾപ്പെടെയുള്ള ചില ബാങ്കിംഗ് അറിയിപ്പുകളാണ് ഇനി പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ അറിയിപ്പ്, ശനിയാഴ്ചകളിൽ ബാങ്കുകൾക്ക് അവധി നൽകുന്ന ശുപാർശ കേന്ദ്ര സർക്കാരിൻ്റെയും റിസർവ് ബാങ്കിങ്ങിൻ്റെയും അംഗീകാരം ലഭിക്കുന്നതോടെ പ്രാബല്യത്തിൽ വരും. ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും ജീവനക്കാരുടെ സംഘടനകളുമായി ബാങ്ക് ജീവനക്കാരുടെ 17% ശമ്പളം കൂട്ടാൻ ഒപ്പിട്ട ഉഭയകക്ഷി കരാറിലാണ് ഇക്കാര്യം പറയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ മാസത്തിലെ 1-ാമത്തെയും 3-ാമത്തെയും ശനിയാഴ്ച ബാങ്കുകൾക്ക് പ്രവൃത്തി ദിവസമാണ്. കേന്ദ്ര സർക്കാർ ഓഫീസുകൾ, റിസർവ് ബാങ്ക്, LIC തുടങ്ങിയ സ്ഥാപനങ്ങൾ പോലെ ബാങ്കുകൾക്കും എല്ലാ ശനിയാഴ്ചയും അവധി വേണം എന്നുള്ളതാണ് ജീവനക്കാരുടെ ദീർഘനാളായിട്ടുള്ള ആവശ്യം. ഇത് പരിഗണിച്ച് എല്ലാ ദിവസവും അവധി നടപ്പിലാക്കുമ്പോൾ മറ്റ് ദിവസങ്ങളിൽ പ്രവൃത്തി സമയത്തിൽ 45 മിനിറ്റ് കൂട്ടാനാണ് പരിഗണനയിൽ ഉള്ളത്.
15 ലക്ഷത്തിൽ പരം ജീവനക്കാരാണ് നിലവിൽ ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നത്. അടുത്ത ആഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ശനിയാഴ്ചയും ബാങ്കുകൾക്ക് അവധിയാക്കുന്ന തീരുമാനം പ്രഖ്യാപിക്കപ്പെടും എന്നാണ് വിലയിരുത്തൽ. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. ഈ മാസം തന്നെ എല്ലാ ശനിയാഴ്ചയും അവധി പ്രഖ്യാപനം ഉണ്ടാകും. അടുത്ത സാമ്പത്തിക വർഷം മുതൽ, അതായത് ഏപ്രിൽ മാസം മുതലുള്ള എല്ലാ ശനിയാഴ്ചയും ബാങ്കുകൾക്ക് അവധിയാകും എന്നുള്ള പ്രഖ്യാപനങ്ങളാണ് ഉടൻ വരാനിരിക്കുന്നത്. മാത്രമല്ല, ബാങ്കുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരും. ഇപ്പോൾ 10 മണിക്ക് തുടങ്ങുന്ന ബാങ്കുകൾ നേരത്തെയോ 9:30 തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബാങ്കുകളുടെ നിലവിലെ പ്രവർത്തന സമയം 15 മിനിറ്റ് വൈകി അവസാനിപ്പിക്കാനുള്ള തീരുമാനവും ഉണ്ടാകും. അതായത് നിലവിൽ ശനിയാഴ്ചത്തെ അവധിക്ക് പകരമുള്ള അധിക സമയം മറ്റുള്ള ദിവസങ്ങളിൽ എടുക്കാനായിരിക്കും തീരുമാനിക്കുക. മറ്റൊരു അറിയിപ്പ്, 2024 ജനുവരി 31 അവസാനിച്ച സഹകരണ മേഖലയുടെ നവകേരളീയം ഒറ്റത്തവണ തീർപ്പാക്കൽ മാർച്ച് 31 വരെ തുടരും. 2023 നവംബർ 1 മുതൽ 2024 ജനുവരി 31 വരെയാണ് ഇത് നടപ്പിലാക്കിയത്. ഇത് ദീർഘിപ്പിക്കണം എന്ന് ഉപഭോക്താക്കളുടെ ആവശ്യത്തെ തുടർന്നാണ് സഹകരണ വകുപ്പ് 2024 മാർച്ച് 31 വരെ പദ്ധതി നീട്ടിയിട്ടുള്ളത്. ഇതിലൂടെ സഹകരണ മേഖലകളിൽ നിന്നും വായ്പയെടുത്ത് കുടിശ്ശിക ആയവർക്കുള്ള പിഴപ്പലിശ 50% ഒഴിവാക്കിക്കൊണ്ട് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഉണ്ടാകും. വായ്പക്കാരൻ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിലോ കിടപ്പ് രോഗി ആയിട്ടുണ്ട് എങ്കിലോ പ്രത്യേക ഇളവുകളോടെ ഒറ്റത്തവണ തീർപ്പാക്കുന്നതിനുള്ള അവസരം ഉണ്ടാകും. അതിദരിദ്രർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക ആനുകൂല്യവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ സഹകരണ ബാങ്കുകളിൽ നിന്നും സഹകരണ സംഘങ്ങളിൽ നിന്നും എല്ലാം വായ്പ എടുത്ത് കുടിശ്ശികയായിട്ടുള്ള ആളുകൾ, മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ഈ മാർച്ച് 31 വരെ ഇത് തീർക്കാനുള്ള ഒരു അവസരമാണുള്ളത്. വൻ ഇളവോട് കൂടിയിട്ട് നിങ്ങളുടെ വായ്പകൾ സെറ്റിൽ ചെയ്യാൻ കഴിയുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ക്രെഡിറ്റ് കാർഡ് വിതരണവും അതിൻ്റെ ഉപയോഗവും സംബന്ധിച്ച നിയമങ്ങളിൽ റിസർവ് ബാങ്ക് മാറ്റങ്ങൾ വരുത്തി. ക്രെഡിറ്റ് കാർഡുകളുടെ വിതരണത്തിലും ഉപയോഗത്തിലും ഉപഭോക്താക്കൾക്ക് കൂടുതൽ തിരഞ്ഞെടുപ്പും സൗകര്യവും ഉറപ്പാക്കുക എന്നതാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യമെന്ന് RBI വ്യക്തമാക്കി. മറ്റ് നെറ്റ്വർക്കുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഓപ്ഷൻ ഉപഭോക്താക്കൾക്ക് നൽകണം എന്നാണ് റിസർവ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് വിതരണ കമ്പനികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. വ്യാപാരികൾക്കും കാർഡ് വിതരണക്കാർക്കും ഇടയിൽ ലിങ്കായി പ്രവർത്തിക്കുന്നവരാണ് ക്രെഡിറ്റ് കാർഡ് നെറ്റ്വർക്കുകൾ. വിസ, മാസ്റ്റർ കാർഡ് എന്നിവയാണ് ഇന്ത്യയിലെ 2 പ്രധാന ക്രെഡിറ്റ് കാർഡ് നെറ്റ്വർക്കുകൾ. കാർഡ് നെറ്റ്വർക്കുകളുടെയും കാർഡ് വിതരണക്കാരും തമ്മിൽ ചില ഇടപാടുകൾ നിരീക്ഷിച്ചതിനെ തുടർന്നാണ് RBI ഈ നടപടി എടുത്തിട്ടുള്ളത്. ഇനി മുതൽ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്ന ബാങ്കുകളോ ബാങ്കിതര സ്ഥാപനങ്ങളോ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഒന്നിലധികം കാർഡ് നെറ്റ്വർക്കുകൾ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ നൽകേണ്ടി വരും. കാർഡ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉപഭോക്താക്കൾക്ക് ഈ സേവനം നൽകണം എന്നാണ് റിസർവ് ബാങ്കിന്റെ അറിയിപ്പ്. ഇതിനായി രാജ്യത്തെ അംഗീകൃത കാർഡ് നെറ്റ്വർക്കുകളുടെ പേരും റിസർവ് ബാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ എക്സ്പ്രസ് ബാങ്കിംഗ് കോർപ്പറേഷൻ, ഡൈനേഴ്സ് ക്ലബ് ഇന്റർനാഷണൽ, മാസ്റ്റർ കാർഡ് ഏഷ്യ, മാസ്റ്റർ കാർഡ് പസഫിക്, NPCI, റുപ്പേ എന്നിവയാണ് പട്ടികയിൽ ഉള്ളത്. 10 ലക്ഷമോ അതിൽ താഴെയോ സജീവ കാർഡുകളുള്ള ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവർമാർക്ക് റിസർവ് ബാങ്കിന്റെ ഈ നിർദ്ദേശം ബാധകമല്ല. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 16ാം ഗഡുവിന്റെ വിതരണം 10 ദിവസം മുമ്പാണ് നടന്നത്. ഫെബ്രുവരി 28 തീയതി ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് 2000 രൂപ എത്തി. ഇതുവരെ ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് 32,000 രൂപയാണ് എത്തിച്ചേർന്നത്. ഇപ്പോഴിതാ പുതിയൊരു റിപ്പോർട്ട് കൂടി വരികയാണ്. ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിക്കൊണ്ട് കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസത്തെ ഗഡുവായിട്ടുള്ള 17ാം ഗഡുവിൻ്റെ വിതരണം നേരത്തെ, അതായത് ഏപ്രിൽ മാസത്തിൽ തന്നെ ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ദേശീയ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. കിസാൻ സമ്മാൻ നിധി തുക വിതരണം 16ാം ഗഡുവിൻ്റെത് 28 തീയതി, അതായത് ഫെബ്രുവരി 28 തീയതിയാണ് നടന്നത്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ തുകയായിരുന്നു അത്. 2023-24 സാമ്പത്തിക വർഷത്തെ അവസാന ഗഡു കൂടി ആയിരുന്നു. ഇനി 2024-25 വർഷത്തെ ആദ്യ ഗഡുവായിട്ടുള്ള 17ാം ഗഡുവിൻ്റെ തുക വിതരണം നേരത്തെ നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വരുന്നത്. ഇതിനുള്ള ഒരു സാഹചര്യമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് കർഷക സമരമാണ്.
കർഷക സമരം ലോക്സഭാ ഇലക്ഷനിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാകാതിരിക്കാനാണ് കർഷകരെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി 17ാം ഗഡുവിന്റെ വിതരണം നടത്താനിരിക്കുന്നത് എന്നാണ് സൂചനകൾ. എന്നാൽ ഇത് എത്രത്തോളം നടപ്പിലാകും എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാരണം ലോക്സഭാ ഇലക്ഷൻ മാർച്ച് 15-ന് ശേഷം പ്രഖ്യാപിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ ഈ തുക വിതരണം നടത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അങ്ങനെയാണ് എങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ ആ 17ാം ഗഡു നമുക്ക് എത്തിച്ചേരുകയുള്ളൂ. മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ആ തുക കൂടി ചേർത്തായിരിക്കും 16ാം ഗഡു വിതരണം ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു എങ്കിലും അത് അങ്ങനെ ഉണ്ടായിട്ടില്ല. 16ാം ഗഡുവായിട്ടുള്ള 2000 രൂപ മാത്രമാണ് അക്കൗണ്ടിലേക്ക് എത്തിയത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആർക്കെങ്കിലും തുക അധികമായി കയറിയിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഫെബ്രുവരിയിൽ നടന്ന ബജറ്റിൽ കിസാൻ സമ്മാൻ നിധിയുടെ തുക വർദ്ധിപ്പിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. നമ്മുടെ കേരളത്തിലെ BJP നേതാക്കന്മാർ തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനയും നടത്തിയിരുന്നു. അങ്ങനെ ഒരു പ്രസ്താവന രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയിരുന്നു. എന്നാൽ ഈ ബജറ്റിൽ അതുണ്ടായില്ല. ഇത് ഇടക്കാല ബജറ്റാണ് എന്നും ജൂണിൽ പുതിയ ബജറ്റ് ഉണ്ടാകും എന്നും അതിൽ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നേതാക്കൾ വിശദീകരിക്കുന്നത്. അതായത് കിസാൻ സമ്മാൻ നിധിയുടെ തുക 8 ഗഡുക്കളായിക്കൊണ്ട് വർഷത്തിൽ 8000 രൂപയോ അല്ലെങ്കിൽ 3000 രൂപയുടെ 3 ഗഡുക്കളോ വിതരണം ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. ഇതിൽ തന്നെ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഇരട്ടി തുക ആക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. എന്തായാലും ഏപ്രിൽ മാസത്തിൽ 17ാം ഗഡു ലഭിക്കുമോ എന്ന കാത്തിരിപ്പിലാണ് കർഷകർ. ഹിന്ദി ഓൺലൈൻ മാധ്യമങ്ങളിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാലും എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം കിസാൻ സമ്മാൻ നിധിയുടെ 17ാം ഗഡു ഈ ഏപ്രിൽ മാസത്തിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 99% അത് ലഭിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഈ മാർച്ച് മാസത്തിൽ തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. പിന്നെ ഇലക്ഷന് ശേഷമേ ഇത്തരത്തിലുള്ള ആനുകൂല്യ വിതരണത്തിന് സാധിക്കുകയുള്ളൂ എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇലക്ഷന് മുന്നോടിയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രി എല്ലാ ഗാർഹിക ഗ്യാസ് ഉപഭോക്താക്കൾക്കും 100 രൂപയുടെ കുറവ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഒരു സിലിണ്ടർ ഗ്യാസിൻ്റെ വില 820 രൂപയാണ്. കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയിപ്പുകൾ വന്നാൽ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.